സ്നേഹിക്കുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് യാഥാർത്ഥ്യമാകുന്ന ചില സ്വപ്നങ്ങൾ ഇവയാണ്. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1. ആവർത്തിച്ച് കാണുന്ന ചില സ്വപ്നങ്ങൾ പ്രായോഗികമാകാൻ സാധ്യത കൂടുതലാണ്. അതായത് ആവർത്തിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നങ്ങൾ. ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം കാണും, അത് കഴിഞ്ഞ് പിന്നെയും കാണും, കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നെയും കാണും. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില സ്വപ്നങ്ങൾ പ്രായോഗികമാകാൻ സാധ്യത കൂടുതലാണ്. അതിൻ്റെതായ ക്രിയേറ്റിവിറ്റി എവിടെയോ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. അത് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളിലാകാം, അല്ലെങ്കിൽ നമ്മൾ കണ്ടുമുട്ടാൻ പോകുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാകാം. അങ്ങനെ പല രീതിയിലുമുള്ള അവസ്ഥകളിൽ കാണുന്ന സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ മുന്നിലേക്ക് കാണാൻ പോകുന്ന ഒരു ഭാവിയെക്കുറിച്ചാകാം, അല്ലെങ്കിൽ ഭാവി ജീവിതത്തെക്കുറിച്ചാകാം, അതിൽ ബന്ധപ്പെടുന്ന വ്യക്തികളാകാം. അങ്ങനെ പല രീതിയിലും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് പ്രതീക്ഷിക്കുന്ന വ്യക്തികളാകാം. അതൊക്കെ ആവർത്തിച്ച് കാണുന്ന സ്വപ്നങ്ങളിൽ പ്രായോഗികമാകാൻ സാധ്യത കൂടുതലാണ്. 2. ഒന്നും പറയാതെ സൈലൻ്റായി നിങ്ങളുടെ സ്നേഹത്തെ അവോയ്ഡ് ചെയ്തവർക്ക് പിന്നീട് സ്നേഹം ഹൃദയത്തിൽ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അവരുടെ ചിന്തകളിൽ വരുന്ന വേരിയേഷൻ കാരണം ഇങ്ങനെ സംഭവിക്കും. അതായത് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ അവോയ്ഡ് ചെയ്തു പോയി, നിങ്ങളോട് ഒന്നും പറഞ്ഞില്ല, പെട്ടെന്ന് അവർ പോയി അവരുടെ വഴിക്ക്. പക്ഷേ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മാസങ്ങൾ വർഷങ്ങളായി കഴിയുമ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ ചിന്താഗതികൾ മാറ്റം വരികയും വേരിയേഷൻ സംഭവിക്കുകയും അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഒരു ചിന്ത രൂപപ്പെടുക, അല്ലെങ്കിൽ ഓർമ്മ രൂപപ്പെടുക. അതുവഴിയായി അവരുടെ ഹൃദയത്തിൽ നിങ്ങളോട് ഒരു സ്നേഹം രൂപപ്പെടാൻ ഇടയുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനെ മാറിപ്പോയ പല ബന്ധങ്ങളും പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്, അതായത് തിരിച്ചു വന്നിട്ടുണ്ട്. ഇതൊരു സത്യമായ കാര്യമാണ്. കാലത്തിന് പലതും കൂട്ടി യോജിപ്പിക്കാനും കഴിയും, കാലത്തിന് പലതും മാറ്റിവിടാനും കഴിയും. ഇത് അറിഞ്ഞിരിക്കുക. ഇതാണ് ഇതിനടിസ്ഥാനമായിരിക്കുന്ന ഒരു ഘടകം. 3. വൈകുന്നേരങ്ങളിൽ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്ന സ്നേഹത്തിൽ കുതിർന്ന ചിന്തകൾ. അവർ അകലിയാണെങ്കിലും സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. അത് സ്നേഹിക്കുന്ന വ്യക്തി ആയിരിക്കണം എന്നില്ല, പരിചയമുള്ള വ്യക്തിയായിരിക്കാം, നിങ്ങളോട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങളെ മറന്നുപോയ, അല്ലെങ്കിൽ നിങ്ങളോട് വിട്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തിയായിരിക്കാം. ഇങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളെ ഓർക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇതൊക്കെ പ്രകൃതിയുടെ ഒരു രഹസ്യത്തിൻ്റെ അവസ്ഥയാണ്. അത് നിങ്ങൾ ചികഞ്ഞെടുക്കുകയാണെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ പിന്നിൽ കുറച്ച് കഴിയുമ്പോൾ അതിന് തക്കതായ ഒരു അവസ്ഥകളും നിങ്ങളിലേക്ക് കടന്നു വരുന്നതായി കാണാവുന്നതാണ്. അതായത് ഈ വ്യക്തി പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരികയോ, നിങ്ങളോട് സംസാരിക്കുകയോ, ഫോൺ വിളിക്കുകയോ, മെസ്സേജ് അയക്കുകയോ തുടങ്ങിയ നിങ്ങളോട് വിട്ടു നിൽക്കുന്നവർ പോലും നിങ്ങളോട് അടുത്ത് വരാൻ ഇടയുണ്ട്. ഇതൊക്കെ മുൻകൂട്ടി ചില സൂചനകൾ തന്നതിന് ശേഷമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. 4. ആരെങ്കിലും നിങ്ങളോട് സ്നേഹിക്കുന്ന വ്യക്തിയെക്കുറിച്ച് പെട്ടെന്ന് അപ്രതീക്ഷിതമായി പറയുക. നിങ്ങളെ മറന്നുപോയ ഒരു വ്യക്തി, നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹമായിരുന്നു, ആ വ്യക്തി പിന്നീട് നിങ്ങളെ മറന്നുപോയി. ആ മറന്നുപോയ വ്യക്തി നിങ്ങളെ ഓർക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ആ സമയമായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് നാളായി ഓർത്തുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവായിരിക്കാം. അത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്, മറ്റുള്ളവർ വഴിയായി. ഇത് ചിലപ്പോൾ നിങ്ങളുടെ സ്നേഹത്തെ അറിയുന്ന വ്യക്തിയായിരിക്കാം, അറിയാത്ത വ്യക്തിയായിരിക്കാം, എന്തുമാകാം. മറ്റുള്ളവർ വഴിയായി നിങ്ങളിലേക്ക് ഒരു ഓർമ്മ കൊണ്ടുവരിക. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. എത്ര അകലെയുള്ള വ്യക്തിയുമായിരിക്കാം. ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. 5. അവർ നിങ്ങളെ ഫോണിൽ വിളിക്കുന്നതായി സ്വപ്നം കാണുക. ഇങ്ങനെ സ്വപ്നം കാണാൻ സാധ്യതയുള്ളത് അകലെയുള്ളവരെക്കുറിച്ചാണ്. അകലെയുള്ളവരാണ് ഫോണിൽ വിളിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ പിണങ്ങിപ്പോയിരിക്കുന്ന ഒരു വ്യക്തി അകലെയുണ്ട്. ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ, ആ വ്യക്തി നിങ്ങളെ വിളിക്കുന്നതായി കാണുകയാണെങ്കിൽ, ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു അവസ്ഥയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് പിന്നീട് നിങ്ങൾക്ക് യാഥാർത്ഥ്യമായി സംഭവിക്കുന്നതും കാണാവുന്നതാണ്. 6. ഇടവിട്ട ചില പ്രത്യേക സമയങ്ങളിൽ ചിന്തകൾ മനസ്സിൽ ഇടിച്ചു കയറി വരിക. അത് കൂടുതലായി മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും, മനസ്സിനെ പിടിച്ചുലയ്ക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവരെ കാണണം എന്നുള്ള ഒരവസ്ഥ ഹൃദയത്തിൽ സംജാതമാകുകയും ചെയ്യും. ഇതൊക്കെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് കൂടുതൽ അടുത്ത് വരാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു, വീണ്ടും റിലേഷനിൽ വരാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ തെളിവുകളാണ്. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ കണ്ടതിന് ശേഷമാണ് പല കാര്യങ്ങളും പിന്നീട് സംഭവിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പലരുടെയും ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ആരും കണക്കിലെടുക്കുന്നില്ല എന്ന് മാത്രം. ഈ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോയതിനു ശേഷമാണ് പല ബന്ധങ്ങളും പിരിഞ്ഞു പോയത് കൂട്ടിച്ചേർക്കപ്പെടുന്നതും, അതുപോലെ തന്നെ പല അവസ്ഥകളും സംഭവിക്കുന്നത്. സ്നേഹപരമായുള്ള പല അവസ്ഥകളും വിട്ടു നിൽക്കുന്നവർ യോജിക്കുന്നതും, അതുപോലെ തന്നെ വളരെ അകലെയുള്ളവർ വീണ്ടും വന്നു ചേരുന്നതും, ഇങ്ങനെയൊക്കെ ഈ ഘട്ടങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷമാണ്. ഇത് കൂടുതലായി ആരും ശ്രദ്ധിക്കാത്ത കൊണ്ടാണ് ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കാത്തത്.
നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ അനുഭവപ്പെടുമ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുക, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.